അതിക്രമിച്ച് കടന്നു. അതുപോലുള്ള മറ്റു പാർട്ടികളിൽ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ ഇവിടെ ഏത് പാർട്ടിയാണെന്നുള്ളത് പറയാനും പറ്റില്ല. അങ്ങനെയുള്ള ആളുകളും കയറി വന്നു. കാരണം പാരൻറ്റും മാനേജ്മെൻറ്റും PTA തമ്മിൽ ഇടപെട്ട് തീർക്കേണ്ട കാര്യമാണ്, അവിടെ അവസാനിക്കേണ്ട കാര്യമായിരുന്നു ഇത്. പ്രിസ്ക്രൈബ്ഡ് യൂണിഫോം ഇന്ന രീതിയിൽ ഇങ്ങനെ വേണം വരാനായിട്ട്. ഇപ്പോൾ നമ്മളങ്ങനെ മതപരമായി എന്ന് ഉൾക്കൊള്ളിക്കുമ്പോൾ അവിടെ വരുന്നത് ഇന്നയാൾക്ക് ഇന്ന ഇടാം, ഇന്നയാൾക്ക് ഇതിടാം എന്ന് ഒരിക്കലും ഒരു സ്റ്റാൻഡേർഡ് റൂൾസ് നമുക്ക് എഴുതി ചേർക്കാൻ പറ്റില്ല. കാരണം നമ്മളെല്ലാവരും ഈക്വലാണ്. ഒരു ഈക്വാലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു യൂണിഫോം നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, മാനേജ്മെൻറ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അതിനോട് അവർ സഹകരിക്കുന്നില്ല. ഇയേഴ്സായിട്ട് നമ്മളിത് റൺ ചെയ്യുന്ന സ്കൂളാണ്. ഇതുവരെയും ഒരു പ്രശ്നവുമില്ല. ഈ വർഷം അഡ്മിഷൻ എടുത്ത ഈ കുട്ടിക്കാണ് ഇത്രയും ബുദ്ധിമുട്ട് വരുന്നത്. ഇവരുടെ കൂട്ടത്തിലുള്ള ഈ ഒരു സമുദായത്തിൽപ്പെട്ടവർക്ക് പ്രഷർ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡേയിൽ ക്ലാസ്സിൽ നിങ്ങൾ കുട്ടികളെ അപ്പിയർ ചെയ്യിപ്പിക്കുമ്പോൾ ഇതിട്ടിട്ട് വേണം വിടാനായിട്ടുണ്ടെന്നുള്ളൊരു പ്രഷർ അവരുടെ സമുദായത്തിലുള്ള കുട്ടികൾക്കും അത് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നുണ്ട്. പാരൻസും ഭയങ്കരമായിട്ട് അവർ ടെൻസ്ഡാണ്. അതിനെക്കുറിച്ച് നമുക്ക് കോൺടാക്റ്റുള്ള പാരൻസ് ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ബുദ്ധിമുട്ടാണ് അവർക്ക്. നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുവാണെങ്കിൽ നമുക്ക് നോ പ്രോബ്ലം. ഞങ്ങൾ നന്നായിട്ട് തന്നെ കുട്ടിയെ പഠിപ്പിക്കും. അപ്പോൾ അവർ ആദ്യമായിട്ട് ഒരു ദിവസം ഇത് ധരിച്ച് സ്കൂളിൽ വരിക എന്നുള്ള അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ 10th പഠിക്കുന്ന കുട്ടികളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, കുഞ്ഞിക്കുട്ടികളും. കാരണം അത് ഇതുവരെക്കും ധരിക്കാത്തത് കൊണ്ട്, പാരൻസിൻ്റെ നിർബന്ധം മൂലം അത് ധരിക്കേണ്ടി വരുന്നത് കൊണ്ട് സ്കൂളിലേക്ക് വരുമ്പോൾ അവരുടെ ഒരു ബുദ്ധിമുട്ട് ആ കുട്ടികൾ മാനസികമായിട്ട് അനുഭവിക്കുന്നു എന്നാണ് പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അവരെ ഫോഴ്സ്ഫുള്ളി അങ്ങനെ വിടാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഒരു യൂണിഫോമിറ്റി, ഒരു ഈക്വാലിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. സ്കൂളിൽ ഗേറ്റ് വരെ ധരിച്ചെന്ന് പറഞ്ഞ് നമ്മളൊന്നും പറയുന്നില്ല. ക്ലാസ് റൂമിലേക്ക് കയറുമ്പോൾ എല്ലാ കുട്ടികളും ഒരേപോലെ, കുട്ടികളെല്ലാവരും തുല്യരായിട്ട് ക്ലാസ്സിലിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആരുടെയും വികാരങ്ങളെ ഒന്നും വ്രണപ്പെടുത്താനല്ല. അത് മാത്രമേ ഉള്ളൂ ഞങ്ങൾ.